ഹരി ഓം. ദശകം 21, ശ്ലോകം 10. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്യൂപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാഃ. പദച്ഛേദം ചെയ്തു നോക്കാം. പ്ലാക്ഷേ അർക്ക രൂപം അയി ശാൽമലേ ഇന്ദു രൂപം. ശാൽമല ഇന്ദുരൂപം പിരിക്കുമ്പോൾ പിരിച്ചു പറയുമ്പോൾ ശാൽമലേ ഇന്ദുരൂപം. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്യൂപേ ഭജന്തി കുശ നാമനി വഹ്നി രൂപം. ദ്യൂപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേ അംബു രൂപം അധ വായുമയം ച ശാഖേ. ക്രൗഞ്ചേംബുരൂപമധ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മ രൂപം അയി പുഷ്കര നാംനി ലോകാഃ. ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാഃ. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്യൂപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാഃ. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഇതുവരെ 9 ശ്ലോകങ്ങളെ കൊണ്ട് നമ്മൾ ആ ജംബൂദ്വീപത്തിലെ 9 വർഷങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. മൊത്തം 7 ദ്വീപങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേതായ ജംബൂദ്വീപത്തിലുള്ള വർഷങ്ങളാണ് 9 എണ്ണം ഉള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി അടുത്ത് വരുന്നത് 6 ദ്വീപങ്ങളും കൂടെ ഉണ്ട്. അതാണ് പ്ലാക്ഷദ്വീപം, പിന്നത്തേത് ശാൽമലദ്വീപം, പിന്നെ കുശദ്വീപം, പിന്നെ ക്രൗഞ്ചദ്വീപം, ശാഖദ്വീപം, പുഷ്കരദ്വീപം. ഐ പ്ലാക്ഷേ അർക്കരൂപം. ഐ അല്ലയോ ഭഗവാനേ, പ്ലാക്ഷദ്വീപത്തിൽ ആദിത്യസ്വരൂപനായിട്ടാണ്. ആദിത്യസ്വരൂപനും പ്ലാക്ഷേ അർക്കരൂപം. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ആദിത്യൻ. അപ്പോൾ ഐ എന്ന് വിളിക്കുന്ന അല്ലയോ ഭഗവാനേ, ഇവിടെ സംബോധനയാണ് ഭഗവാനെ. അല്ലയോ ഭഗവാനേ, പ്ലാക്ഷദ്വീപത്തിൽ ആദിത്യസ്വരൂപനും ശാൽമലേ ഇന്ദുരൂപം. ശാൽമലേ എന്ന് പറഞ്ഞാൽ ആ ശാൽമല ദ്വീപത്തിൽ ചന്ദ്രസ്വരൂപനും, ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രസ്വരൂപനും കുശനാമനി ദ്വീപേ വഹ്നിരൂപം. കുശനാമനി, കുശം എന്നു പേരായ ദ്വീപത്തിൽ അഗ്നിസ്വരൂപനും, അതാണ് വഹ്നിരൂപം, അഗ്നിസ്വരൂപനും ക്രൗഞ്ചേ അംബുരൂപം. ക്രൗഞ്ചദ്വീപത്തിൽ അമ്പു എന്ന് പറഞ്ഞാൽ ജലം, ജലസ്വരൂപനായിട്ടും. അപ്പോൾ ക്രൗഞ്ചേ അംബുരൂപം, ക്രൗഞ്ചദ്വീപത്തിൽ ജലസ്വരൂപനും അധ ശാഖേ വായുമയം ച. ശാഖദ്വീപത്തിൽ ആകട്ടെ, അധ ശാഖേ ശാഖദ്വീപത്തിൽ ആകട്ടെ വായുമയം ച വായുസ്വരൂപനും പുഷ്കരനാംനി ബ്രഹ്മരൂപം അപി ത്വം ലോകാഃ ഭജന്തി. പുഷ്കരനാംനി, പുഷ്കരം എന്ന ദ്വീപത്തിൽ ബ്രഹ്മരൂപം, ആ പരബ്രഹ്മസ്വരൂപനുമായ അപി ത്വാം ലോകാഃ ഭജന്തി. ആ പുഷ്കരം എന്ന ദ്വീപത്തിൽ ആ പരബ്രഹ്മസ്വരൂപനുമായ ത്വാം അങ്ങയെ ലോകാഃ ഭജന്തി. ജനങ്ങൾ, എങ്ങനെയുള്ള ജനങ്ങൾ? ഭക്തരായ ജനങ്ങൾ ഭജിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള 6 ദ്വീപങ്ങളിൽ ആരൊക്കെയാണ് ഭജിക്കുന്നതെന്നാണ് നോക്കുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങയെ പ്ലാക്ഷദ്വീപിൽ ആദിത്യരൂപിയായും ശാൽമലദ്വീപിൽ ചന്ദ്രരൂപിയായും കുശദ്വീപിൽ
അഗ്നിരൂപിയായും ഭജിക്കുന്നു. ക്രൗഞ്ചദ്വീപിൽ ജലരൂപിയായും ശാഖദ്വീപിൽ വായുരൂപിയായും പുഷ്കരദ്വീപിൽ ബ്രഹ്മരൂപിയായും ഭക്തരായ ജനങ്ങൾ ഭജിക്കുന്നു. പ്ലാക്ഷേർക്കരൂപമയിശാത്മല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേമ്പുരൂപമഥവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാഃ.